ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ചായ വെക്കുന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര ആ പാത്രത്തിൽ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വേഗം ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. ഇപ്പം നമുക്ക് പഞ്ചസാര നന്നായിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് അവിടെ ഇവിടെയും കരിഞ്ഞ് പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് കാരമലൈസായിട്ട് നമ്മുടെ പഞ്ചസാര ഇത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ നല്ല ഒരു ബ്രൗൺ കളറാവണം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നമ്മളിത് ഇളക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓഫ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ലിറ്ററോളം പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഫ്ലെയിം ഓഫ് ആക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ പാലൊഴിക്കുമ്പോൾ ഈ കാരമലിൻ്റെ മീതേക്ക് പാലൊഴിക്കുമ്പോഴേ ഫുള്ളത് നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കണ പതഞ്ഞു പൊങ്ങിയിട്ട് വരുന്ന പോലെ തോന്നും. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം പാല് ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോൾ അടിയിൽ നല്ല കട്ട പിടിച്ചിട്ടാണ് കേട്ടോ ഈ പഞ്ചസാര ഇരിക്കുന്നുണ്ടാവുക. ഇത് ഈ പാല് തിളക്കും തോറും തന്നെ മെൽറ്റായിട്ട് വന്നോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറുത്ത സേമിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത പാക്കറ്റായിട്ട് മേടിച്ചതാണ്. വറുത്ത സേമിയ അല്ലെങ്കിൽ ഒന്ന് നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇനി തിളച്ച് വരണം കേട്ടോ. തിളച്ച് വരണ വരെ ഒന്ന് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കാരമലൈസ് ആക്കാനായിട്ട് എടുത്തതിനേക്കാളും കുറച്ചും കൂടി മധുരം നമുക്കിപ്പോൾ ആവശ്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു ഇതാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ഇതൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഈ പായസം തന്നെ ഇരുന്ന് കട്ടിയാവും കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ നല്ല കട്ടിയിൽ ഇത് ഇറക്കി വെച്ചാൽ അത് കുറച്ച് 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നല്ല എന്താ പറയുക ഒരു ഉപ്പുമാവിൻ്റെ ഒക്കെ പോലെ കട്ടിയായിട്ട് വരും കേട്ടോ. ഇത് ഈ പാകത്തിനാവുമ്പോൾ നമുക്കത് നല്ല ഒരു കുറുകിയ ഒരു പായസമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. പക്ഷേ ഈ സമയത്ത് നിങ്ങളൊരു കാര്യം മറന്നു പോകരുത്, എനിക്കൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഇത് നമ്മുടെ പായസം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇപ്പം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു പരുവത്തിൽ പായസം ഓഫ് ചെയ്തത് കൊണ്ടാണ് ഇതിങ്ങനെ കിട്ടിയത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കാരമലൈസ് ചെയ്ത ഈ സേമിയ പായസം നല്ല പാലടയുടെ കളറാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് പ്രത്യേകമായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സിമ്പിളായിട്ട് നമ്മുടെ ചായപാത്രത്തിൽ ഒരു 1/2 ലിറ്റർ പാലുകൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. നമ്മുടെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന പായസമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും.